വിവിധ വിഷയങ്ങളെക്കുറിച്ച് നല്ല അവബോധം നിങ്ങൾക്കുണ്ടാക്കുമാറുള്ള പരിശീലനമാണ് ലഭിച്ചിട്ടുള്ളത്. ഇന്നത്തെ കാലത്ത് സൈബർ കുറ്റകൃത്യങ്ങൾ പെരുകുകയാണ്. ആ രംഗത്തും മികവാർന്ന പരിശീലനമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ തലങ്ങളിലും വിദഗ്ധ പരിശീലനം ലഭിച്ചുകൊണ്ടാണ് നിങ്ങൾ പോലീസ് സേനയുടെ ഭാഗമാകുന്നത്. അടുത്ത കാലത്ത് കണ്ടുവരുന്ന പ്രത്യേകത, നിങ്ങളും പുലർത്തിയിട്ടുണ്ട്. അത് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒട്ടേറെ പേർ പോലീസ് സേനയുടെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ബിരുദാനന്തര ബിരുദം, മാനേജ്മെൻറ്റ് വൈദഗ്ധ്യം, MBA, മറ്റു തരത്തിലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ, ബിരുദധാരികൾ, ഡിപ്ലോമ കരസ്ഥമാക്കിയവർ, അങ്ങനെ വിവിധ വിദ്യാഭ്യാസ യോഗ്യത നേടിയവരാണ് നിങ്ങളിൽ പലരും. ഇത് മൊത്തത്തിൽ പോലീസ് സേനയുടെ മികവ് വർദ്ധിപ്പിക്കാനാണ് ഇടയാക്കുന്നത്. അടുത്ത കാലത്തായി കേരളത്തിലെ പോലീസ് സേനയ്ക്ക് പല മേഖലകളിൽ മികവ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ക്രമസമാധാന പാലനം സ്വാഭാവികമായും പോലീസിൻ്റെ പ്രധാന ചുമതലയാണ്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും നല്ല ക്രമസമാധാന രംഗം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതിൽ പോലീസ് കാണിച്ചിട്ടുള്ള പാഠവും പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ടതുമാണ്. അതോടൊപ്പം കുറ്റകൃത്യങ്ങൾ നടന്നാൽ താൻ ഒരു തരത്തിലും പിടിക്കപ്പെടില്ല, എല്ലാ തെളിവുകളും നശിപ്പിച്ചിരിക്കുന്നു എന്ന ബോധ്യത്തിൽ കുറ്റം ചെയ്തു പോയ കുറ്റവാളികളെ അതിവിദഗ്ധമായി കേരള പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നു. ഒന്നിനു പുറകെ ഒന്നായി ഒട്ടേറെ നേട്ടങ്ങൾ ഈ കാര്യത്തിൽ കേരള പോലീസിന് കരസ്ഥമാക്കാനായിട്ടുണ്ട്. നാട്ടിലുള്ള കുറ്റവാളികളെ മാത്രമല്ല, കുറ്റം ചെയ്ത് നാട് വിട്ടവരും ചിലപ്പോൾ രാജ്യം വിട്ടവരുമായ പ്രതികളെ അടക്കം അന്വേഷണ മികവിൻ്റെ ഭാഗമായി പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം കേരള പോലീസിനെ പ്രത്യേക രീതിയിൽ ഉയർത്തുന്നതിന് ഇടയാക്കിയതാണ്. ഇന്നത്തെ കാലത്ത് സൈബർ കുറ്റകൃത്യങ്ങൾ വല്ലാതെ പെരുകുകയാണ്. സൈബർ കുറ്റകൃത്യങ്ങളുടെ തുടക്കത്തിൽ തന്നെ ആ രംഗത്ത് നല്ല രീതിയിൽ ഇടപെടാൻ കേരള പോലീസിന് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ രാജ്യത്തെ തന്നെ ഏറ്റവും മികവാർന്ന രീതിയിൽ ഇടപെടുന്ന പോലീസ് സേനയായി സൈബർ കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്ന
സേനയായി കേരള പോലീസ് മാറിയിട്ടുണ്ട്. ഇത്തരത്തിൽ പോലീസിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഓരോ രംഗവും നല്ല രീതിയിൽ മികവ് നേടുന്ന നിലയിലേക്ക് കേരള പോലീസ് എത്തിയിരിക്കുന്നു. അപ്പോൾ പോലീസ് സേനാംഗം എന്ന നിലയിൽ അഭിമാനപൂർവം നിങ്ങൾക്ക് സേനയിലേക്ക് കടന്നു വരാം. ആ സേനയുടെ മികവ് ഇതേ രീതിയിൽ കാത്തു സൂക്ഷിക്കാനാണ് നിങ്ങൾ ഓരോരുത്തരും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. ഒരു പോലീസ് സേനാംഗം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല നിർവഹിക്കാനുള്ളത് എന്നത് പോലീസ് സേനാംഗമായി ചേരുന്നതിനുള്ള പ്രാഥമിക നടപടി ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഒരുപാട് മികവാർന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ പോലീസിന് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ വിശദമായി ഞാൻ ആ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. കേരളത്തിലെ പോലീസ് സേനയുടെ ഒരു മുഖം ആപൽ ഘട്ടങ്ങളിൽ സഹായിയായും സംരക്ഷകനായും മാറുന്നു എന്നുള്ളതാണ്. ഇത് ജനങ്ങൾ പൂർണ്ണമായി നെഞ്ചേറ്റിയുള്ള ഒരു കാര്യമാണ്. ജനമൈത്രി പോലീസ് നേരത്തെ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ ജനമൈത്രി പോലീസായി കേരള പോലീസ് മാറിയിരിക്കുന്നു. സ്ത്രീകളും കുട്ടികളും മറ്റും പ്രത്യേക പരിരക്ഷ ആവശ്യമുള്ളവരാണ്. അവരുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ ഉണ്ടായാൽ ആ കുറ്റവാളികൾക്കെതിരെ ശക്തമായ നിലപാടാണ് പോലീസ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. സ്ത്രീ സൗഹൃദമായ സമീപനം പൊതുവെ സ്വീകരിക്കാൻ കഴിയുന്നു. ഇത്തരം കാര്യങ്ങളിലും എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള പരിശീലനം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ആപൽ ഘട്ടത്തിൽ വലിയ തോതിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ രക്ഷകരായി മാറുന്നതിനുള്ള പരിശീലനവും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. എല്ലാ രീതിയിലും പോലീസ് സേനയുടെ മികവ് വർദ്ധിപ്പിക്കാനായിരിക്കണം നിങ്ങൾ ശ്രമിക്കുന്നത്. ആയിരക്കണക്കിൽ അംഗങ്ങളുള്ള ഒരു സേനയാകുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ചില ദുഷ്പ്രവണതകൾ പോലീസിലേക്കും കടന്നു വന്നേക്കാം. ആ കാര്യത്തിൽ നിങ്ങൾ ഓരോരുത്തരും ദൃഢമായ മനസ്സോടെ മുന്നോട്ട് പോകണം. ഒരു തരത്തിലുള്ള ദുഷ്പ്രവണതകൾക്കും നിങ്ങൾ ചൊല്ലിയ സത്യവാചകത്തിലെ വാചകങ്ങൾ സർവീസ് ജീവിതത്തിൽ നിലനിർത്തും. ഒരു ദുഷ്പ്രവണതക്കും താൻ ഇരയാകില്ല എന്ന നിർബന്ധം നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകണം. അങ്ങനെ ഓരോരുത്തരും മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തുന്നയാളായി മാറുക. അതിലൂടെ ശോഭനമായ സർവീസ് ജീവിതം നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.